ഇക്കഴിഞ്ഞ സൺഡേ വെറും ഹോളിഡേ മാത്രമല്ലായിരുന്നു. ലുലു മാളിൽ 50% ഓഫർ ഉള്ളതുകൊണ്ട് എല്ലാ ആവറേജ് മല്ലൂസിനെ പോലെയും ഓഫർ കണ്ടാൽ ചാടി ഓടുന്നവരാണ് നമ്മൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീട്ടിലിരുന്ന ചെരുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ലുലു മാളിൻ്റെ ഫ്ലോറിൽ സീമേ എന്നും പറഞ്ഞ് പോകണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയ പൂർവ്വം വേറെ ചെരുപ്പിടുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്തോ പ്രകൃതി രമണീയമായതും എന്തോ ദുബായിലെത്തിയൊരു ഫീലിംഗുമാണുള്ളത്. ഓഫർ ആയതുകൊണ്ട് സൂചി കുത്ത സ്ഥലമില്ലായിരുന്നു. അങ്ങനെ പാർക്കിങ്ങിൻ്റെ സൗകര്യം കണ്ടെത്തിയ ശേഷം ഈ പടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ കൈപ്പിടിച്ച് പോയില്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ വേറെ ആരെങ്കിലും കൈപ്പിടിച്ച് ഞാൻ പോകേണ്ടി വരും. പിന്നെ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്കെന്ന് ആ പാർക്കിംഗ് കണ്ടപ്പോഴേ മനസ്സിലായി. ഇത് നമ്മുടെ കിടിലം പ്രോഗ്രാമിലെ ആങ്കർ പാർവതിയാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയണം അറിയാമെന്ന്. അപ്പോൾ ചേട്ടൻ പറയുന്നത് എവിടുത്തെ പാർവതി, ഏത് പാർവതി എന്ന്. ഈ കാണുന്ന തിരക്കൊന്നും അല്ലായിരുന്നു മോനെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി. പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയാൽ സാധനം വാങ്ങുന്നതിനേക്കാളും പാടാണ് തിരിച്ചിറങ്ങുന്നത്. ഇതിനകം ശരിക്കും സീൻ കോൺട്രായിരുന്നു. വലിയ ആൾക്കാരെ കയ്യിൽ ട്രോളിയുടെ മേലെ കൊച്ചു കുട്ടികൾ. എൻ്റെ പോന്നെ അതിൻ്റെ ഇടയ്ക്ക് ട്രോളി കൊണ്ട് എൻ്റെ ചേട്ടനെ കാണാൻ. ഇത് എനിക്ക് ആരോ ഓർഡർ ചെയ്തോടെ വെച്ചതുപോലെ ഉണ്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ജീവവായു കിട്ടിയ. മുകളിൽ എവിടെയോ പാട്ടൊക്കെ കേൾക്കുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ പയ്യെ സ്വല്പം മ്യൂസിക് കേൾക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി. സമയം ഒരുപാടായെന്ന് എന്നെ കറക്റ്റായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഗ്യാസ് ഏതാണ്ട് നിറകം തലവരെ എത്തി. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷിക്കാൻ കിടണം. മെനു കാർഡ് കിട്ടിയപ്പോൾ പിന്നെ ഒടുക്കത്തെ ഡിമാൻഡായിരുന്നു. നിനക്കെന്നും ബൊറോട്ട ഉള്ളതെന്ന് ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ബൊറോട്ട തൊട്ട് കളിക്കരുത്, ബൊറോട്ട എൻ്റെ ദേശീയ ഭക്ഷണമാണെന്നും പറഞ്ഞ് ബൊറോട്ടയും ബീഫ് റോസ്റ്റും എന്തോ കണ്ടൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വെറൈറ്റി ഫുഡൊന്നും ട്രൈ ചെയ്യാത്ത ഒരു മണമണാഞ്ചിയാണ് ഞാൻ. ഒരു ടൈമിൽ തന്നെ ഏതോ നല്ലവനായ ചേട്ടൻ എൻ്റെ ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് അവിടെ ഇട്ടു. പിന്നെ വയറ് നിറഞ്ഞപ്പോൾ ഒരിഞ്ച് നടക്കാൻ വയ്യ. ഉണ്ടാക്ഷണം തെണ്ടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ്. അപ്പോഴേ ക്യാഷിലിരുന്ന് ആൻറ്റി പറഞ്ഞു 1 രൂപ തരാനില്ല, 2 തേൻമുട്ടായി കൊണ്ടുപോയി നിങ്ങൾ കഴിച്ചു. ഈ ഊഞ്ഞാലെ ഞാൻ നേരത്തെ നോട്ടം വെച്ചാണ് കേട്ടോ. പക്ഷേ ഇവരിരുന്ന് ആടുന്ന കണ്ടു. ആടിക്കോളൂ, വെളുക്കണവരെ അടിക്കോളൂ, ആടുമ്പോൾ എന്താ സുഖം. കാതിലൊരു വലിയൊരു കവചം കൊണ്ടാലും ഒട്ടിക്കുന്നതുകൊണ്ട് ഈ ഹെൽമെറ്റ് നേരെ ഇരിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ ഓട് ഭാഷയിൽ എന്തൊക്കെയായിരുന്നു പറയുന്നത് എനിക്കൊന്നും കേട്ടോ. ഞാൻ ഫഹദ് ഫാസിലിനെ പോലെ അതെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറയല്ല, റോഡിലൊരു ഈച്ച പോലില്ലാത്ത ധൈര്യത്തിലാണ് ഞാനിങ്ങനെ കയറി കൂവി വിളിച്ച് പാട്ടൊക്കെ പാടി വരുന്നത്. എൻ്റെ പാട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ എങ്ങനെ സഹിക്കുന്നൊന്നും അറിയില്ല. എൻ്റെ ചേട്ടൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടുമില്ല, കൊള്ളാമെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനായിട്ട് നിർത്തണമില്ല. പിന്നെ ഈ അമ്മച്ചി കെട്ടുമ്പോൾ എന്തോ ഒരു സുഖപ്രസവം കഴിഞ്ഞൊരു സന്തോഷമാണ് മുഖത്ത് സത്യമായിട്ടും. പിന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ, ഉറക്കം വരുന്നു, 1000 വട്ടം കോട്ട് വിടുന്നു, എന്നാലും പോയി കിടന്നുറങ്ങാതെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും. എന്താലോചന, കല്യാണ ആലോചനയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനൊരു ലോട്ട് ഓഫ് കാര്യങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ മാളിൽ തെണ്ടാൻ പോയത്. അതൊക്കെ ഞാൻ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. എന്തിന് പോയത്, 10-5 രൂപയുടെ കുറവുള്ള സാധനങ്ങളും നല്ല ഓഫറിലുള്ളതുകൊണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കുമ്പോഴേക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ അലിഞ്ഞിരുന്ന് നടക്കുകയും വേണം.